എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോന്നു? അപ്പോ ആ മൻസൂറിന്റെ രണ്ടാം ഭാര്യ ആവാൻ പോന്നോ? പറ. ഞാൻ രണ്ടാം ബീവിയാകാൻ പോകുന്നു. ഷംനെ, ഷംനെ, വട്ടാണടി നിനക്ക്, മുഴുവട്ട്. ഇതിനു വേണ്ടിയാണോടി നീ? ഒരാളെ സ്നേഹിച്ച് ഇത്രത്തോളം ആയതിനു ശേഷം ഒരു നിമിഷം കൊണ്ട് മനം മാറിയിരിക്കുന്നു. എന്നിട്ട് ഒരു മടിയില്ലാതെ ഒരു രണ്ടാം കെട്ടുകാരൻ തടിയന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കുക. എത്ര ഈസിയാണ് നിനക്കൊക്കെ കാര്യങ്ങള്. ഞാനിത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണോ? എന്റെ മനസ്സറിയില്ല നിങ്ങൾക്ക്. പക്ഷെ എന്റെ വീട്ടുകാർ, ഉപ്പ, ഉമ്മ, അവരൊന്നും എന്റെ കൂടെ നിൽക്കില്ല. മറുവശത്ത് നിസ്സഹായായ എന്റെ താത്ത, ആ മുഖം, ഞാൻ എങ്ങനെ അതൊന്നും കണ്ടില്ലെന്ന് അടിക്കുക? കണ്ടില്ലെന്ന് തന്നെ വെക്കണമായിരുന്നു. അങ്ങനെയാടി അന്തസ്സുള്ള പെണ്ണ്. ഷംനെ, ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ മനസ്സ് വേണ്ടാന്ന് പറയുന്ന ഒരു തീരുമാനം നീ എടുക്കരുത്. എന്നുവെച്ചാ ഇവളുടെ പ്രേമം ഇവള് വഴിയിൽ ഉപേക്ഷിക്കണമെന്നാണോ? അല്ല, അത് പിന്നെ അങ്ങനെയല്ല ശ്വേതേ. നമ്മൾ രണ്ടുപേരും വിചാരിക്കുന്ന പോലെ അല്ല ഷംനയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അവളുടെ റിലീജിയൻ. റിലീജിയൻ മാങ്ങാ തൊലി. പ്രേമിക്കുന്നവരുടെ മുന്നിൽ പ്രേമം തന്നെയാണ് ഏറ്റവും വലിയ മതം. പിന്നെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ, ഷംനെ, ജീവിതകാലം മുഴുവൻ നീ ഇതോർത്ത് കണ്ണീരൊഴുക്കേണ്ടി വരും. ഷംനെ, ആരെന്തും പറയട്ടെ, പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം, ആ ഡോക്ടർ സുജിത്ത് അയാളൊരു ഫ്രോഡ് തന്നെയാ. എന്റെ ഷംനെ ഒരിക്കലും ആ മൻസൂറിന്റെ രണ്ടാം ഭാര്യ ആവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മുന്റെ വാക്ക. സത്യത്തിൽ ഞാൻ അല്പം തിരക്കിലായിരുന്നു. പിന്നെ കാണണമെന്ന് അമ്മു 2 വട്ടം വിളിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുമല്ലോ എന്ന് കരുതി. ഒരു കാര്യമുണ്ട്, പറയാം. എനിക്ക് എന്റെ കുടുംബം തന്നെയാ വലുത്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. എന്റെ താത്ത എന്റെ സന്തോഷത്തിന് വേണ്ടിയാ ദിവസവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെയുണ്ടായൊരു പ്രേമത്തിന്റെ പേരിൽ. അപ്പൊ ആ മൻസൂറിന്റെ രണ്ടാം ഭാര്യ ആവാൻ പോന്നോ? ഞാൻ രണ്ടാം ബീവിയാകാൻ പോകുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം ഷംന പറഞ്ഞെന്നോ? അതെ, അവൾക്ക് അവളുടെ താത്തയുടെ സങ്കടം കണ്ടില്ല എന്നടിച്ച് ഒരിക്കലും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനാവില്ല. അതവൾ ഒടുവിൽ തുറന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കാര്യം പലവട്ടം ചോദിച്ചു, പിന്നെ ധൈര്യം കൊടുത്തു. എന്തിനും ഏതിനും ഏതറ്റം വരെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പും കൊടുത്തു. അപ്പോഴൊക്കെ ഷംന
അനുകൂലമായ രീതിയിലായിരുന്നു. അതാണ് ഷംന. ആരെയും വേദനിപ്പിക്കാൻ അവൾക്കാവില്ല. അതിനുവേണ്ടി മനസ്സിലുള്ളത് തുറന്നു പറയാതെ വിങ്ങിപ്പൊട്ടി അങ്ങനെ അങ്ങ് നിൽക്കും. മൻസൂറിനെ വിവാഹം കഴിക്കാൻ പോകുന്നു ഡോക്ടറുടെ മുഖത്ത് നോക്കി പറയാൻ ഈ ജന്മം അവളെ കൊണ്ടാവില്ല. പക്ഷെ എന്നോട് അവളെല്ലാം തുറന്നു പറഞ്ഞു. നന്നായി അമ്മു. എനിക്കും നല്ലൊരു ഫ്രണ്ടാണ് നീ. ഈ കാര്യം എന്നെ അറിയിക്കാൻ തോന്നിയല്ലോ, നന്നായി. താങ്ക്സ് അലോട്ട്. എങ്കിൽ ഞാൻ പോട്ടെ ഡോക്ടർ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല ശരിക്കും? വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൂടില്ല. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നപ്പോ എന്നെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്. അങ്ങനെ വഴിയിൽ ഇറക്കി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഇറങ്ങിപ്പോകാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? എന്തായി കാര്യങ്ങളൊക്കെ? മൻസൂർ അലിയിക്ക അയാൾ ഒരു തരത്തിലും പിന്മാറില്ല അല്ലേ? ഷംനയുടെ തീരുമാനം എന്താ? എന്റെ തീരുമാനം നല്ല ജോക്ക്. എന്തേ തീരുമാനം ഇല്ലേ? ഞാൻ എന്താ പറയാ, എന്റെ ധർമ്മസങ്കടം അറിയില്ലേ? എല്ലാരും എന്റെ കാര്യത്തിൽ ഓരോരോ തീരുമാനങ്ങൾ എടുത്തോണ്ടിരിക്കുക ഇപ്പോ. അതിനിടയിൽ എന്റെ ഇഷ്ടം, സ്വപ്നങ്ങൾ, ഒന്നിനും. അതിനും വിലയുണ്ടല്ലോ. വഴിയിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമോ ഷംനയ്ക്ക് അതൊക്കെ? ഇല്ല, പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഡോക്ടർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി മറ്റുള്ളവർ എന്ത് ചെയ്യണം, എവിടെ കൊണ്ട് കബറടക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ അയാൾക്ക് കഴിയില്ലല്ലോ. അതുപോലെ എന്റെ മരണം പോലെ ചിലപ്പോ ആ നിക്കാഹ് നടന്നേക്കും. പിന്നൊന്നും എന്റെ നിയന്ത്രണത്തിലാവില്ല. അല്ലെങ്കിൽ തന്നെ മരിച്ചതിന് ശേഷം എന്തായാലും എന്താല്ലേ. ഇതൊക്കെ ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? ഷംനെ, ഒരു നിമിഷമെങ്കിലും ആ മൻസൂറിന്റെ ഭാര്യയാകാൻ എന്റെ ഷംനയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്കതിന് കഴിയില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. വരൂ. ഇതെവിടെയാ? അങ്ങനെ പേടിക്കേണ്ട സ്ഥലമൊന്നല്ല, എന്റെ വീടാ. ചുമ്മാ കയറിയിട്ട് പോവാം, വാ. അമ്മു പെട്ടെന്നെന്താ ഫോൺ ചെയ്ത് കാണണമെന്ന് പറഞ്ഞത്? കേട്ടപ്പാതി ഉമ്മയോട് പോലും പറയാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് വരികയായിരുന്നു ഞാൻ. ഷംനയ്ക്ക് എന്തെങ്കിലും? ഒന്നുമില്ല. ഒന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ അത്യാവശ്യമായിട്ട് അൻവറൊക്കെ വിളിച്ചത്.
ഇതിനിപ്പോ ഇത്രയും ഗൗരവം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിയാലോ അമ്മൂന, ബാപ്പ ഗൾഫിലാ. എനിക്കാണെങ്കിൽ ബിസിനസിന്റെ 100 കൂട്ടം തിരക്കുകളുണ്ട്. ഷംനെ നിക്കാഹ് കഴിക്കാൻ മൻസൂർക്കാക്ക് താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോ അതിൽ ഇത്രയും വലിയ തെറ്റുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നിയില്ല. കാരണം മൻസൂർക്ക് വീട്ടിലെല്ലാവർക്കും വലിയ കാര്യമാണ്. യാതൊരുവിധ ദുശീലമുള്ള ആളല്ല. ആയിക്കോട്ടെ, പക്ഷെ 2ാം വിവാഹം എന്ന് പറഞ്ഞ കാലം മാറിയല്ലോ. നമ്മളൊക്കെ പുതിയ തലമുറപ്പെട്ടവരല്ലേ അൻവറക്ക. ഷംനെ നിക്കാഹ് ചെയ്യാൻ ഒരു 2ാം കെട്ടുകാരൻ തന്നെ വേണോ? അവൾക്ക് നല്ല വിഷമമുണ്ട്. എനിക്കറിയാം ഷംനയുടെ മനസ്സ്. എന്താ അവളുടെ മനസ്സിൽ മറ്റു വല്ല ചിന്തയും? അങ്ങനെയൊന്നുമില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങണമെന്ന ആഗ്രഹം അവൾക്കിപ്പോ ഉള്ളത്. അവള് പഠിക്കട്ടെ അൻവറക്ക. പിന്നെ ഒക്കെ പോട്ടെ, ഒരുമാതിരി തടിച്ച് വേർത്ത് 4 പേര് ചേർന്ന് താങ്ങിയില്ലെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത നിങ്ങളുടെ മൻസൂർക്കായി തന്നെ വേണോ? അമ്മ, ഞാൻ അൻവറക്കെ കുറിച്ച് ഷംന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബാപ്പ അടുത്തില്ലാത്തതിന്റെ കുറവ് അറിയിക്കാതെ കുഞ്ഞു പെങ്ങളെ നോക്കുന്നത് നിങ്ങളാണെന്നാണ് അവളുടെ വിശ്വാസം. അതങ്ങനെ തന്നെ നിലനിർത്തണ്ടേ അൻവറക്ക? ഞാൻ ഇപ്പൊ തന്നെ മൻസൂർക്കായി കാണുന്നുണ്ടമ്മോ. ഷംനയെ വേദനിപ്പിച്ചുകൊണ്ട് അവളോട് സമ്മതമില്ലാതെ ആരും ഒരു തീരുമാനം എടുക്കില്ല. അതെന്റെ ഉറപ്പാ. ഷംന, കണ്ണു തുടയ്ക്കും. ഇല്ല, തരില്ല. എന്നോട് ദേഷ്യമുണ്ടോ ഷംനയ്ക്ക്? ഇല്ല. ഒന്നും ഓർത്ത് ഷംന സങ്കടപ്പെടരുത്. ഇനി ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നമ്മളെ വേർപെടുത്താനാവില്ല. ഇനി സുജിത്ത്, ഷംന അങ്ങനൊന്നില്ല. നമ്മൾ ഇനി ഒന്നാണ്. എന്നാ ഇനി പൊയ്ക്കോട്ടെ. സമുദായത്തിൽപ്പെട്ടവർ 3ഉം 4ഉം ഒക്കെ കെട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. കാലമൊക്കെ ഒരുപാടങ്ങ് മാറി. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ മൻസൂർക്ക. അല്ലാതെ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമല്ല. ഷംനയ്ക്കാണെങ്കിൽ ഇതിനോട് യോജിപ്പുമില്ല. അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്തിനാ? എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ ഞാൻ മോശക്കാരനായി. ഒന്നുമില്ലേലും നിന്റെ പെങ്ങളെ കെട്ടി ഒരു കുറവും വരുത്താതെ സംരക്ഷിക്കുന്നുണ്ടല്ലോ ഞാൻ. ഓഹോ, അങ്ങനെ. എന്റെ പെങ്ങളെ നിങ്ങൾ സൗജന്യത്തിന് കെട്ടുന്നല്ലോ. എണ്ണി വാങ്ങിയ കണക്ക് ഇപ്പോഴും ഞാൻ ഈ ഡയറിയിൽ എഴുതി എന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വർത്താനമൊന്നും വേണ്ട. പിന്നെ ഏത് വർത്താനം വേണം? മച്ചിപ്പശുവിനെ പോലെ ഞങ്ങളുടെ കുടുംബത്ത് വളർത്താനും അറക്കാനും വയ്യാതെ മേയുന്ന നിന്റെ പെങ്ങൾ എനിക്കൊരു ബാധ്യതയാണെന്ന് ആങ്ങളയുടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ? കൂടുതൽ സംസാരിക്കണം മൻസൂർക്ക. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്റെ മൂത്ത പെങ്ങളെ കുറിച്ചാണെന്ന് മറക്കണ്ട. വേറെ വല്ലവരും ആയിരുന്നു എന്റെ മുന്നിലെങ്കില് ഒന്നും സംഭവിക്കില്ല. ഞാനെന്താ നിന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയോ? അന്തസ്സായി കല്യാണം ആലോചിച്ചതല്ലേ ഉള്ളൂ. അതും മൂത്തവളെ മൊഴി ചൊല്ലാതെ തന്നെ. വേണമെങ്കിൽ എനിക്ക് നിന്റെ ഒന്നും അനുവാദം ചോദിക്കാതെ അവളെ കൈയൊഴിയാമായിരുന്നല്ലോ. അതു ചെയ്യാതെ
തറവാടിയെ പോലെ പെരുമാറിയ എന്നോട് മുട്ടാൻ വന്നിരിക്കുന്നു ഒരു സഹോദരൻ. നിനക്കറിയോ ഈ മൻസൂറിനെ, എന്റെ ക്യാരക്ടറെ? ഒരു പെണ്ണിനെ മടുത്ത് അടുത്ത പെണ്ണിന്റെ അടുത്തേക്ക് മുട്ടനാടിനെ പോലെ ചാടിച്ചെല്ലുക, അതല്ലേ മൻസൂർക്കയുടെ ക്യാരക്ടർ? നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടക്കില്ല, അത് മൻസൂർക്ക് മനസ്സിലാക്കിക്കോ. അൻവറാ പറയുന്നേ. നീ എന്നെ എന്ത് ചെയ്യൂടാ? മൻസൂറിനെ കാശുണ്ട്, അത് മതിയടാ മനസ്സിൽ തോന്നുന്ന എന്തും ചെയ്യാൻ. നിനക്കോ? ഇക്ക എന്നാ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. ആ നാവ് കൊണ്ട് തന്നെ എനിക്കെന്റെ സമനില നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി നിങ്ങളോട് സംസാരിച്ച ശരിയാവില്ല. ഈ ഇളം കാറ്റിൽ നീ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ, കാണാതെ വന്നപ്പോൾ ചാരത്തണയുകിൽ ഞാൻ എന്തു പറയാൻ? എന്തു പറഞ്ഞെടുക്കാൻ? അരുവേട്ടാ, പറഞ്ഞു കേൾക്കാറില്ലേ, ഭൂമിയിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവർക്ക് മരണശേഷം സ്വർഗം ലഭിക്കുമെന്നൊക്കെ. അവിടെയാണെങ്കിലും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എന്ന് വെച്ചാ ഒന്നിനും ഒരു കുറവ് വരുത്താത്ത ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്വർഗമെന്ന്. ഏതാ മോളെ സോപ്പ്? അമ്പടം എടുക്കോ, കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. പറഞ്ഞത് മുഴുവൻ സത്യം. ഈ നിമിഷങ്ങൾ എത്രമാത്രം സന്തോഷമുണ്ടെന്നോ എനിക്ക്. ചാരുന ഫോൺ. ആരാ നോക്കരുവേട്ടാ? ആരായിരുന്നു? ഏതോ റോങ് നമ്പർ. ഇങ്ങോട്ട് തന്നെ. അയ്യോ, അമ്മുന്റെ കോളായിരുന്നല്ലോ. എന്നിട്ട് എന്തിനാ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞത്? എന്തിനാ കട്ട് ചെയ്തേ? കട്ട് ചെയ്യണം. ഇനി അവളുമായി ഒരടുപ്പത്തിനും പോരുത്. അവൾ ആള് ശരിയല്ല. അല്ല അരുവേട്ടാ, നീ ഒന്നും ഇങ്ങോട്ട് പറയാൻ നോക്കണ്ട. അവളുടെ നമ്പർ റിജക്റ്റഡ് ലിസ്റ്റിലിട്ടേക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അരുൺ സർ, ഒരു കാര്യം പറയട്ടെ? വേണ്ട, എനിക്ക് നിന്നെ കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതറിഞ്ഞ പിന്നെ സാറിനെ വെറുക്കില്ല. എന്തോ ആവട്ടെ, എനിക്കൊന്നും കേൾക്കണ്ട, അത്ര തന്നെ. പ്ലീസ് സർ, ഒരൊറ്റ തവണത്തേക്ക് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു മിനിറ്റ്. ഇല്ല, അപേക്ഷിക്കുകയാണ്. പ്ലീസ് ശല്യപ്പെടുത്തരുത്. അമ്മു, ചേച്ചി, എന്തിനാ എന്നെ കണ്ടിട്ട് മുഖം തിരിച്ചത്? എനിക്കിതൊക്കെ സങ്കടമുള്ള കാര്യാട്ടോ. എന്തേലും പിണക്കുണ്ടോ എന്നോട്? ചേച്ചിയോട് എനിക്ക് എന്തിനാ പിണക്കം? അതാണല്ലോ എനിക്കും പിടികിട്ടാത്തത്. പക്ഷെ ചേച്ചിക്ക് എന്നോട് പിണക്കമുണ്ട്, അതെനിക്കറിയാം. എനിക്കോ? എന്തൊക്കെയാ ഈ പറയുന്നേ? അതുകൊണ്ടല്ലേ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്ത്. ആ, അത് ശരിയാ. എന്റെ അമ്മോ, അതറിയാതെ ക്യാൻസൽ ബട്ടണിൽ വിരൽ അമർന്നു പോയതാ. പിന്നെ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോ ഫോണില് ബാലൻസ് ഉണ്ടായിരുന്നില്ല. അയ്യേ, ഇങ്ങനെ ഉറുമ്പിന്റെ അത്രയുള്ള കാര്യങ്ങൾ മതിയോ അമ്മുന് പിണങ്ങാൻ? ശരിക്കും നാണക്കേടാട്ടോ. ഏതായാലും ഞാൻ ഇതാരോടും പറയാനൊന്നും പോകുന്നില്ല. അതിരിക്കട്ടെ, അമ്മ എന്തിനായിരുന്നു വിളിച്ചത്? ദമയന്തി ചേച്ചി നല്ല ഒന്നാന്തരം ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. അത് കൊണ്ടുതരട്ടേന്ന് ചോദിക്കാനാ വിളിച്ചത്. ആണോ? വായില് വെള്ളം ഊറണു. എന്റെ ഫേവററ്റാ. എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തരാം. പക്ഷേ എങ്ങനെയാ തരുന്നേ? വീട്ടിൽ വരുമ്പോ തന്നാ മതി. അമ്മ വന്നിട്ടും കുറെ ദിവസം ആയല്ലോ. വീട്ടിലേക്ക് ഞാൻ എന്തായാലും വരില്ല. അരുൺ സാറിന് അത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കത് മനസ്സിലായി. അരുവേട്ടനോ? അങ്ങനൊന്നുമില്ല, അത് അമ്മുന് വെറുതെ തോന്നുന്നതാ. തോന്നലൊന്നും അല്ല. അത് പോട്ടെ, അച്ചാർ ഞാൻ അങ്ങ് ചേച്ചിയുടെ ഓഫീസിലെങ്കിലും കൊണ്ടുതരാം.
ഓഫീസിൽ വരുന്നതൊക്കെ ഇഷ്ടം തന്നെയാ. പക്ഷേ വീട്ടിലും വരണം. കാരണം ഞങ്ങൾക്കൊക്കെ നിന്നെ അത്രയ്ക്കും ഇഷ്ടമാ. പിന്നെ എന്റെ അവസ്ഥ അറിയാലോ. അമ്മ വന്ന് സഹായിക്കാതെ എങ്ങനെയാ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുക? ഒരിക്കലും വാക്ക് തന്നതാ. ഞാൻ വരാൻ ചേച്ചി ഒരു ദിവസം. പോട്ടെ. മാറ്റോ? ഷംനയ്ക്കോ? ഹേ, എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ വെറുതെ. അതല്ല, നമുക്കറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. സാധാരണ ഇങ്ങനെയാ അവള്. ഞാൻ ഇന്നലെ അവളെ വിളിച്ചിരുന്നു, കുറെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്സിംഗ്. എന്താ നീ പറഞ്ഞു വരുന്നേ? ആ ഡോക്ടർ സുജിത്ത്, അയാൾ അവളെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് അവള് പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. അമ്മോ, എന്റെ മനസ്സ് ചിലതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷംന മുഖം തരാതിരിക്കുമ്പോ എങ്ങനെ അവളോട് ഞാൻ... ഡോക്ടറെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷംനയെന്ന് തോന്നുന്നു. സംസാരിച്ചത് മുഴുവൻ അയാളെക്കുറിച്ചായിരുന്നു.